അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കായിലെ സാമൂഹ്യ സമ്മർദ്ദം അതിശക്തമായിരുന്നു. അവർ വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലായിരുന്നു ബദർ യുദ്ധത്തിന് ശേഷം. കാരണം ബദർ യുദ്ധം എന്നത് അവർക്ക് കേവലം ഒരു യുദ്ധത്തിലുണ്ടായ പരാജയമായിരുന്നില്ല, മറിച്ച് അതിനേക്കാൾ ആഴമുള്ള വ്യാപ്തിയുള്ള അർത്ഥതലങ്ങൾ ബദർ യുദ്ധത്തിനുണ്ടായിരുന്നു. പ്രധാനമായും യുദ്ധം പരാജയപ്പെട്ടു. ആളും അർത്ഥവും ആയുധവും എല്ലാം ഉണ്ടായിട്ടും യുദ്ധം പരാജയപ്പെട്ടു. രണ്ടാമത്തേത്, ഒരുപാട് നേതാക്കന്മാരെ നഷ്ടപ്പെട്ടു. മൂന്നാമത്തേത്, ഷാമിലേക്ക് അവർക്ക് ഓരോ വർഷവും അനിവാര്യമായും കടന്നു പോകേണ്ട വഴിയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. ആശങ്ക അവർക്കിടയിൽ ഉയർന്നു. അതിനെല്ലാം പുറമെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കേവലം 2 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ നാട്ടിൽ നിന്ന് രായ്ക്കുരാമാനം നാടുവിട്ട മുഹമ്മദും സംഘവും സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനായിൽ ശക്തി പ്രാപിച്ചു. മറ്റൊന്ന്, തങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിട്ടും ആ ദൈവങ്ങളൊന്നും തങ്ങളുടെ വിളിപ്പുറത്ത് സഹായിക്കാനെത്തിയില്ല. പകരം മുഹമ്മദിനും അനുയായികൾക്കുമാവട്ടെ അവരുടെ വിശ്വാസത്തിലെ ദൈവം യുദ്ധക്കളത്തിൽ പോലും രക്ഷയായി. ഇങ്ങനെയെല്ലാം വിലയിരുത്തുമ്പോൾ സാമൂഹികമായി, സാംസ്കാരികമായി, മതപരമായി, സാമ്പത്തികമായി എല്ലാം ഒരേ സമയം അവർ അനുഭവിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു, ഒരു വലിയ ദുരിതമായിരുന്നു ബദർ യുദ്ധത്തിലെ പരാജയം. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ആദ്യമായി, അന്നത്തെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന 2ാം നിര നേതാക്കന്മാരാണ്. പ്രധാനമായും ഇക്രിമ ബിൻ അബൂ ജഹൽ, സഫ്വാൻ ബിൻ ഉമയ്യ, അബൂ സുഫിയാൻ ബിൻ ഹർബ് തുടങ്ങിയ ആൾക്കാരാണ് മക്കയിലെ പുതിയ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാർ. അവർ ആദ്യ ദിവസം തന്നെ ഒരു കാര്യം പ്രഖ്യാപിച്ചു: ആരും കരയരുത്, ആരും വിലാപം പ്രകടിപ്പിക്കരുത്. ബദർ യുദ്ധത്തിൽ നമുക്കേറ്റ വേദന ഒരാളും പ്രകടിപ്പിക്കരുത്. മനസ്സിനെ ബലപ്പെടുത്തി നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിന് പ്രതികാരം ചെയ്യാൻ കഴിയൂ. അങ്ങനെ ഇരിക്കെയാണ് സഫ്വാൻ ബിൻ ഉമയ്യയുടെ നേതൃത്വത്തിലുള്ള ആ വർഷത്തെ കച്ചവട സംഘത്തിന് ഖറദയിൽ വെച്ച് ദുരന്തമുണ്ടായത്. അതായത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സേന അവരുടെ യാത്ര തടസ്സപ്പെടുത്തി. കനത്ത നഷ്ടത്തോടുകൂടിയാണ് സഫ്വാൻ ബിൻ ഉമയ്യയും യാത്രാ സംഘങ്ങളും തിരിച്ച് മക്കയിലെത്തിയത്. ഇതെല്ലാം കൂടിയായപ്പോൾ ജന്ന ജുനൂനുഹ, ചില ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, അവരുടെ സ്ഥലകാല ബോധം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. അത്രയും വലിയ കോപത്തിന്, അത്രയും വലിയ ദേഷ്യത്തിന് അവർ ഇരകളായി മാറി. ആ സാഹചര്യത്തിലാണ് അവർ എത്രയും പെട്ടെന്ന് വളരെ ആസൂത്രിതമായി മദീനക്കെതിരെ ഒരു പടപ്പുറപ്പാട് നടത്താൻ തീരുമാനിക്കുന്നത്. അതിന് ഏറ്റവും ആദ്യമായി വേണ്ടത് ആവശ്യത്തിനുള്ള സാമ്പത്തികമാണ്. സാമ്പത്തികമായ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് ആദ്യം അവർ ചെയ്തത്. അതിനുവേണ്ടി അവർ 2 മാർഗങ്ങളാണ് പ്രധാനമായും ചെയ്തത്. ഒന്നാമത്തേത്, നേരത്തെ ബദർ യുദ്ധത്തിന് കളമൊരുക്കി രക്ഷപ്പെട്ട അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന മുതലുകളെല്ലാം, അത് നമ്മൾ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് അബൂ സുഫിയാൻ്റേത് മാത്രമല്ല, മക്കയിലെ ആബാലവൃദ്ധം ജനങ്ങളുടേതാണ്. അവരെല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞു,
നമുക്ക് ഉണ്ടായ നഷ്ടം, നമുക്കുണ്ടായ പരാജയം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഈ കച്ചവടത്തിലുണ്ടായിരുന്ന മുതലുകളെല്ലാം ഇതിനുള്ള തിരിച്ചടിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലേക്ക് നാം മുതൽ കൂട്ടേണ്ടതുണ്ട്. എല്ലാവരും സഹകരിക്കണം, നേതാക്കന്മാർ അഭ്യർത്ഥിച്ചു. എല്ലാവരും അതിന് തയ്യാറായി. എല്ലാവരും തങ്ങളുടെ മുതലുകൾ വേണ്ട എന്ന് വെക്കുകയും അതെല്ലാം യുദ്ധത്തിലേക്ക്, യുദ്ധച്ചെലവുകൾക്കെടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. രണ്ടാമത്തേത്, സാമ്പത്തികമായി ശേഷിയുള്ള ആൾക്കാരോട് പുതിയ മുന്നേറ്റത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. അതിന് അന്നത്തെ കാലത്ത് ചില പ്രത്യേക രീതികളുണ്ടായിരുന്നു. നേതാവ് പ്രസ്താവന ഇറക്കിയാൽ എല്ലാവരും സാമ്പത്തികമായി സഹായിക്കുകയൊന്നുമില്ല. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം കവികളായിരുന്നു. കവികൾ അവർക്ക് ദൈവതുല്യരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചില കവികളെ വിലക്കെടുക്കുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുകയുണ്ടായി. അതിലും ചില കാര്യങ്ങൾ നമുക്ക് സവിശേഷമായി മനസ്സിലാക്കാനുണ്ട്, പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.